നിങ്ങളൊക്കെ ഈ പാട്ട് കേട്ടായിരുന്നോ? I know the song. അപ്പൻ്റെ ഫോണിൽ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ ബേബിക്ക് ഈ സോങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എല്ലാത്തും ഇത് പാട്ടാ. എന്നാൽ നമുക്കെല്ലാവർക്കും കൂടി ഇതുപോലെ ഒരു പാട്ട് പാടിയാലോ? ശരിയാ, നമുക്ക് പാടാം. Doubt under who is this Mavili? അത് ഓണം പാട്ട് ഫെയ. That's why Mavili came. എന്നാ ഈ ഓണം അതറിയത്തില്ല. ബട്ട് ഓണം ആകുമ്പം ആ സോങ്ങിലെ പോലെ പൂക്കളമൊക്കെ ഇടും. എൻ്റെ അമ്മയും ആ സോങ്ങിനെ പോലെ സാരിയൊക്കെ എടുത്ത് പൂവൊക്കെ വയ്ക്കും. പിന്നെ ഫുഡ് കഴിക്കുന്നത് ബനാന ലീഫിലൊക്കെയാണ്. ഫുഡല്ല ടീയാ, അത് സദ്യയാണ്. എന്തിനാട്ടൊക്കെ ചെയ്യണേ? എനിക്കറിയാം, എൻ്റെ അമ്മ ഒരു ഓണം സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. Tell me more about it. പണ്ട് നമ്മുടെ നാട്ടില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതായിരുന്നു മാവേലി. എന്നിട്ട് വാമനൻ പറഞ്ഞൊരു ആള് വന്നിട്ട് മാവേലിനെ ഗ്രൗണ്ടിലോട്ട് ചവിട്ടി താഴ്ത്തി. പാവം മാവേലി. ശരിയാ. എന്നിട്ട് ഇയർലി വൺസ് നമ്മളെ കാണാൻ വരാനായിട്ട് പെർമിഷൻ കൊടുത്തു. ആടെയാണ് തിരുവോണം. That's interesting. Now I know why everybody's singing and dancing in Onam. അപ്പോൾ നമുക്ക് മാവേലിനെ കാണാൻ പറ്റുമോ? No, but മാവേലിക്ക് നമ്മളെ കാണാൻ പറ്റും. അപ്പം മാവേലി നമ്മുടെ അടുത്ത് വരുമ്പം നമുക്ക് മാവേലിനെ ഹാപ്പി ആക്കണ്ടേ? അതെങ്ങനെ നമ്മൾ മാവേലിനെ ഹാപ്പി ആക്കുന്നേ? I know, നമുക്ക് ആ സോങ്ങിനെ പോലെ ഡാൻസ് ഒക്കെ ചെയ്ത് മാവേലിനെ ഹാപ്പി ആക്കാം. ശരിയാ, നമുക്കെന്നാ തിരുവാതിര കളിച്ചാലോ? ടിവിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അടിപൊളിയാണല്ലോ.
ഈ കുഞ്ഞുങ്ങളിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ മലയാളിയുടെയും മനസ്സുകളിലേക്ക് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണം ഓർമ്മകൾ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു.